എല്ലാ പേരൻസും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 13 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടീനെ കൊണ്ടുവരും, ഡോക്ടറെ എൻ്റെ മകന്റെ പല്ല് ഭയങ്കരമായിട്ട് പൊന്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മോണ ഭയങ്കരമായിട്ട് പൊന്തിയിട്ടുണ്ട്, ഇത് ശരിയാക്കണം. എല്ലാവരുടെയും ധാരണ പാൽപ്പല്ലുകളെല്ലാം പറഞ്ഞു പോയതിനു ശേഷം മാത്രമാണ് പല്ല് കെട്ടാൻ പറ്റുള്ളൂ എന്നാണ്. ബട്ട് പല്ല് പൊന്തിയതിന് പല കാരണങ്ങൾ കൊണ്ടാവും. ചിലപ്പോൾ താടിയിലിൻ്റെ പൊന്തിച്ചായിരിക്കാം, ചില ഹാബിറ്റ്സ് കൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, വിരല് കുടിക്കുക, വായ തുറന്നുറങ്ങുക, നാവ് തള്ളുക, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഈ പല്ല് പൊന്തിയിട്ടുണ്ടാവുക. അതിൻ്റെ കൂടെ എല്ലും പൊന്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 7 വയസ്സിന് ആ സമയത്ത് കൊണ്ടുവരണം. ആ സമയത്ത് കാണിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താടിയലിനെ എല്ലാം പ്രോപ്പറായിട്ട് പരിശോധിക്കാനും അതിൻ്റെ ഗ്രോത്ത് എല്ലാം കറക്റ്റ് അല്ലേ എന്ന് നോക്കാനും, അങ്ങനെ കറക്റ്റ് അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ആക്കാനുള്ള സിമ്പിൾ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് നമുക്കത് കറക്റ്റ് ചെയ്യാനും പറ്റും. വേറാസ് ഈ 13 വയസ്സിനൊക്കെ ശേഷം മുഖത്തിന്റെ വളർച്ച ഒരു ഓൾമോസ്റ്റ് മെച്ചുവേർഡ് ആയതിനു ശേഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ കറക്ഷൻസ് എല്ലാം മിസ്സായി പോകും. പക്ഷെ ചിലത് പല്ലിന്റെ മാത്രം പ്രശ്നങ്ങളായിരിക്കും. പല്ലിന്റെ ഇടയിലുള്ള വിടവുകള്, പല്ല് മാത്രം പൊന്തിയത്, അത് നമുക്ക് 13 വയസ്സിന് ശേഷം മാത്രമേ ട്രീറ്റ് ചെയ്യുള്ളൂ. പക്ഷെ താടിയല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ 7 വയസ്സിൽ കൊണ്ടുവരണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മകന്റെ അല്ലെങ്കിൽ മകളുടെ മുഖത്തിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നിയാൽ തന്നെ നിങ്ങൾ കാണിക്കാം.